വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മുടെ PSC GK റാങ്ക് കോർണറിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്നാണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയില് പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്നാണ്. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പഠിക്കണേക്കാൾ മുന്നേ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള പര്യവേക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ പൂർണ്ണമാവുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രങ്ങൾ മൂന്നെണ്ണാണ്. ഒന്ന് ദക്ഷിണ ഗംഗോത്രി, അടുത്തത് മൈത്രി, അടുത്തത് ഭാരതി. അപ്പൊ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്ന് പര്യവേക്ഷണ കേന്ദ്രങ്ങളുടെ പേര് ഒന്ന് ദക്ഷിണ ഗംഗോത്രി എന്നും, അടുത്തത് മൈത്രി എന്നും, അടുത്തത് ഭാരതി എന്നുമാണ്. ദക്ഷിണ ഗംഗോത്രി 1984 പ്രവർത്തനം ആരംഭിക്കുന്നത്. മൈത്രി രണ്ടാമത്തെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രമായ മൈത്രി പ്രവർത്തനം ആരംഭിക്കുന്നത് 1989 മൂന്നാം പര്യവേക്ഷണ കേന്ദ്രമായ ഭാരതി പ്രവർത്തനം ആരംഭിക്കുന്നത് 2012 അപ്പൊ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്ന് പര്യവേക്ഷണ കേന്ദ്രങ്ങൾ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ദക്ഷിണ ഗംഗോത്രി 1984, മൈത്രി 1989, ഭാരതി 2012. അങ്ങനെ ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോ ഇന്ത്യയില് ഒരു തപാൽ ഓഫീസ് നമ്മള് ദക്ഷിണ ഗംഗോത്രിയില് തുടങ്ങുകയാണ്. അങ്ങനെ ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നമ്മൾ ആരംഭിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ ഗംഗോത്രിയിലാണ്. പക്ഷേ പിന്നീട് ഈ സ്റ്റേഷൻ ആകെ മഞ്ഞു മൂടിയപ്പോ നമ്മളത് ഡീകമ്മീഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം 1989 ആരംഭിച്ച മൈത്രി ഉണ്ടല്ലോ, ആ മൈത്രിയില് നമ്മൾ 1990 ജാനുവരി 26 ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു. അപ്പൊ 1990 ജാനുവരി 26 മൈത്രിയില് നമ്മള് ഈ മഞ്ഞു മൂടി പോയ ആ സംഭവം ഉണ്ടല്ലോ അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് പുനഃസ്ഥാപിക്കുകയാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 90 നമ്മൾ രണ്ടാമത് തുടങ്ങി, മൂന്നാമത് കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം 2024 തപാൽ വകുപ്പിന്റെ മൂന്നാമത്തെ ശാഖ ഭാരതി പര്യവേക്ഷണ കേന്ദ്രത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ മൂന്നാമത്തെ ഇന്ത്യക്ക് പുറത്തുള്ള ശാഖ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു 2024. എവിടെയാണ്? ഭാരതിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ പിൻകോഡ് എത്രയാന്ന് പഠിക്കണം. MH ക്യാപിറ്റൽ ലെറ്റർ ആണ്. MH1718. എത്രയാണ്? പിൻകോഡ് MH1718 എന്നുള്ളതാണ് ഭാരതിയിലെ പോസ്റ്റ് ഓഫീസിലെ പിൻകോഡ്. നിലവില് ഇന്ത്യയുടെ പ്രധാന അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളായ മൈത്രി, ഭാരതി തുടങ്ങിയവ ഗോവ തപാൽ ഡിവിഷന്റെ പരിധിയിലാണ്. അപ്പൊ ഏത് തപാൽ ഡിവിഷന്റെ പരിധിയിലാണ് മൈത്രിയും ഭാരതിയും? ഗോവ തപാൽ ഡിവിഷന്റെ പരിധിയിലാണ് ഇന്ത്യയിലെ പ്രധാന അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളായ മൈത്രിയും ഭാരതിയും. ഇനി ഈ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കത്തിടപാടുകളൊക്കെ ഉണ്ടാവും അല്ലെ. ആ കത്തിടപാടുകൾ ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിലേക്കാണ് എത്തുന്നത്. അപ്പോ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ എത്തുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിലേക്കാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയില്ലേ എന്താണ് ഇന്ത്യക്ക് പുറത്ത് എന്താണ് ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ആദ്യം തുടങ്ങിയത് ദക്ഷിണ ഗംഗോത്രിയിൽ, രണ്ടാമത് തുടങ്ങിയത് മൈത്രിയിൽ, മൂന്നാം തുടങ്ങിയത് ഭാരതിയിൽ. മൂന്നും ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രങ്ങളുമാണ്. ഏതൊക്കെ? ദക്ഷിണ ഗംഗോത്രിയും മൈത്രിയും ഭാരതിയും. ഇന്ത്യയുടെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ദക്ഷിണ ഗംഗോത്രി 1984, മൈത്രി 1989, ഭാരതി 2012 ആരംഭിച്ചു. ഭാരതിയിൽ 2024 പുതിയ പോസ്റ്റ് ഓഫീസും ആരംഭിച്ചു. പിൻകോഡ് MH1718 എന്നാണ് കേട്ടോ. ഇത് ഗോവ തപാൽ ഡിവിഷന്റെ കീഴിലുമാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ത്യയുടെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളും പഠിച്ചു, പ്ലസ് ഇന്ത്യക്ക് പുറത്തുള്ള പോസ്റ്റ് ഓഫീസുകളെ കുറിച്ചും പഠിച്ചു.
ഇത്തരം GK റിലേറ്റഡ് ഫാക്ട്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. എന്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവാച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.